Good morning, welcome to Morning Brief. ഇന്നലെ രാവിലെ കിട്ടിയ ആ ഒരു മൊമെൻറ്റം പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്താനാവാതെ ക്ലോസിങ്ങോടുകൂടി നിഫ്റ്റി ഒരു മൈനസ് പോയിന്റിലേക്കാണ് വന്ന് ക്ലോസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഗ്ലോബൽ ടേക്ക് ഓവേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് മോഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് എല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റും 0.5% ക്ലോസ് ആയിട്ടാണ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ച പോലെ ഒരുപാട് ഡാറ്റാസുകൾ വരുന്നതുകൊണ്ട് തന്നെ അതുമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സാണ് മാർക്കറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള നോൺ ഫാം പേറോൾ ഡാറ്റ പോലുള്ള ഇവൻറ്റുകൾ US നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രേഡ് താരിഫ് ഡീലുകളെ കുറിച്ചുള്ള വാർത്തകൾ. ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്നത്തോടുകൂടി എല്ലാ കൺട്രീസിനും നോട്ടീസ് അയക്കും, ലെറ്റേഴ്സ് അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, താരിഫ് റേറ്റുകൾ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ അത് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഇവൻ്റാണ്. എത്രത്തോളം റേറ്റുകളാണ് ഓരോ ഇവൻറ്റ്സിനും ഓരോ കൺട്രീസിനും ചുമത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ ധ്വനി വരുന്നുണ്ട്. വീണ്ടും ഉക്രൈൻ റഷ്യ വാറിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. അതും മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ക്രൂഷ്യൽ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25,500 താഴേക്കുള്ളൊരു നെഗറ്റീവ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു സപ്പോർട്ട് സോണിലേക്കാണ് നമ്മൾ നോക്കുന്നത്. 25,220 എന്ന നിലവാരത്തിലാണ് നിഫ്റ്റിക്ക് ഒരു മേജർ സപ്പോർട്ടുള്ളത്. ആ റേഞ്ചിലേക്കായിരിക്കും ഇനി വരുന്ന ഇന്നത്തെ ട്രേഡ് മിക്കവാറും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽസ് വാച്ച് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ സമീപിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. Thank you so much.